ഹായ് മക്കളെ, നിങ്ങളുടെ സുഹേൽ സാറാണ്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് 4th സെമ്മിൻ്റെ കോംപ്ലിമെൻ്ററി മാത്തമാറ്റിക്സ് ആയ മാത്തമാറ്റിക്സ് 4 എന്ന് പറയുന്ന പേപ്പറിൽ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്ക് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ആ ഒരു പേപ്പറിനകത്ത് നമ്മൾ പഠിക്കുന്നത് ഫസ്റ്റ് 2 മൊഡ്യൂൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെ കുറിച്ചാണ്. അതിൽ തന്നെ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനെ കുറിച്ചാണ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മളവിടെ സൊല്യൂഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷൻ നമ്മൾ ആ ഒരു സിലബസിൽ കാണാൻ പറ്റും നിങ്ങൾക്ക്. അതിലുള്ള ഒരു സബ് ടോപ്പിക്കാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കിക്കേ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഹോമോജീനിയസ് ഇക്വേഷൻസ് ആണ്. അപ്പോൾ എന്താണ് ഹോമോജീനിയസ് ഇക്വേഷൻ എന്ന് ആദ്യം നമുക്ക് മനസ്സിലാക്കാം. അതിനുശേഷം നമുക്ക് അതുമായി ബന്ധപ്പെട്ട എന്ത് നോക്കാം, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് നോക്കാം. അപ്പോൾ ഹോമോജീനിയസ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഒരു ഹോമോജീനിയസ് ഫംഗ്ഷൻ എന്താണെന്ന് പറയാൻ പോകും ആദ്യം. അതിനുശേഷമാണ് നമ്മൾ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരു ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഹോമോജീനിയസ് ആവണമെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, ഈ ഒരു പെർട്ടിക്കുലർ പ്രോപ്പർട്ടി ഫോളോ ചെയ്യണം. എന്താണ് മക്കളെ ആ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ടി എക്സ് കോമ ടി വൈ ഈക്വൽ ടു ടി പവർ ആൽഫ എഫ് ഓഫ് എക്സ് വൈ എന്ന രൂപത്തിൽ നമുക്ക് എഴുതാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ ഫോർ എനി റിയൽ നമ്പർ ആൽഫ ദെൻ എഫ് ഈസ് ടു ബി ഹോമോജീനിയസ് ഫംഗ്ഷൻ ഓഫ് ഡിഗ്രി ആൽഫ എന്ന് പറയാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയാം ഞാൻ, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, എക്സാമ്പിൾ നോക്കിക്കോ. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ, എഫ് ഓഫ് എക്സ് കോമ വൈ ഈസ് ഈക്വൽ ടു നമ്മളെടുക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് എന്നാണ്. അപ്പോൾ ഇതൊരു ഹോമോജീനിയസ് ഫംഗ്ഷൻ ആണെന്ന് കാണിക്കാൻ നമുക്ക് എന്ത് ആകണം മക്കളെ, ഈ ഒരു പ്രോപ്പർട്ടി എന്ത് ചെയ്യണം, ഈ ഒരു ഫംഗ്ഷൻ ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കണം. എന്നാലേ നമുക്ക് ഹോമോജീനിയസ് ഫംഗ്ഷൻ ആയിട്ട് പറയാൻ പറ്റുള്ളൂ. ശ്രദ്ധിച്ചോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് എഫ് ഓഫ് ടി എക്സ് ടി വൈ കാണാണ്. അതായത് എഫ് ഓഫ് ടി എക്സ് കോമ ടി വൈ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ വരിക, എക്സിന് പകരം ടി എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ടി എക്സ് ദ ഹോൾ ക്യൂബ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ ടി വൈ ആണ്, അതായത് ടി വൈ ദി ഹോൾ ക്യൂബ് എന്ന് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ പറ്റും മക്കളെ ഇതിനെ, ദാറ്റ് ഈസ് എക്സ് ടി ക്യൂബ് ഇൻറ്റു എക്സ് ക്യൂബ് പ്ലസ് ടി ക്യൂബ് ഇൻറ്റു വൈ ക്യൂബ് എന്ന് എഴുതാം. ആണല്ലോ. നമുക്ക് ആ ടി ക്യൂബിനവിടുന്ന് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ടി ക്യൂബ് ഇൻറ്റു നമുക്ക് എന്ത് കിട്ടും, എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് എന്ന് കിട്ടും. ഇവിടെ ഈ എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു മക്കളെ, അതാണ് നമ്മൾ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് അല്ലേ. സോ യു വിൽ ഗെറ്റ് ടി ക്യൂബ് ഇൻറ്റു എഫ് ഓഫ് എക്സ് കോമ വൈ എന്ന് കിട്ടി. അതായത് എഫ് ഓഫ് ടി എക്സ് കോമ ടി വൈ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി, ടി ക്യൂബ് ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ എന്ന് കിട്ടി. ഇതുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കുക മക്കളെ, എന്താ വരിക, ആൽഫയുടെ വാല്യൂ ഇവിടെ എന്താ കിട്ടുക മക്കളെ നിങ്ങൾക്ക്, ദാറ്റ് ഈസ് ആൽഫ ഈക്വൾ ടു നമുക്ക് എന്ത് കിട്ടും, 3 എന്ന് കിട്ടും അല്ലേ. ആൽഫ ഈക്വൾ 3 എന്ന് കിട്ടും. അതായത് ഈ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്, ഈസ് എ ഹോമോജീനിയസ് ഫംഗ്ഷൻ. ഇതെന്താണ്, ഇതൊരു ഹോമോജീനിയസ് ഫംഗ്ഷൻ ആണ് ഓഫ് ഡിഗ്രി ആൽഫ. ആൽഫ എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഇവിടെ എത്രയാണ്, 3 ആണ് വരുന്നത്. അപ്പോൾ 3 ഡിഗ്രി ആയിട്ടുള്ള ഒരു ഹോമോജീനിയസ് ഫംഗ്ഷൻ ആണ് ഈ എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അപ്പം ഇത് ഹോമോജീനിയസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ഹോമോജീനിയസ് ഫംഗ്ഷൻ അല്ല നമ്മൾ പറയാൻ പോകുന്നത്, ഹോമോജീനിയസ് ഇക്വേഷൻ ആണ്. നിങ്ങൾ എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ കേസിൽ നിങ്ങൾ ഇങ്ങനെ ഒരു എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് പഠിച്ചിട്ടുണ്ടാവും. എം ഓഫ് എക്സ് കോമ വൈ ഡി എക്സ് പ്ലസ് എൻ ഓഫ് എക്സ് കോമ വൈ ഡി വൈ ഈക്വൽ ടു 0. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ, ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താ ഹോമോജീനിയസ് ഇക്വേഷൻ ആവണമെങ്കിൽ എന്തായിരിക്കണം മക്കളെ, എം ഓഫ് എക്സ് കോമ വൈ എന്ന് പറയുന്നത് എം ഓഫ് എക്സ് കോമ വൈ എന്ന് പറയുന്ന ഫംഗ്ഷനും അതുപോലെ തന്നെ എൻ ഓഫ് എക്സ് കോമ വൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തായാൽ മതി, ഒരു ഹോമോജീനിയസ് ഫംഗ്ഷൻ ആയാൽ മതി. ഹോമോജീനിയസ് ഫംഗ്ഷൻ ആയാൽ മതി. അതായത് ഇങ്ങനെ വരുന്ന ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ എൻ ഓഫ് എക്സ് വൈയും അതുപോലെ തന്നെ എം ഓഫ് എക്സ് വൈയും എന്താവുക, ഹോമോജീനിയസ് ഫംഗ്ഷൻ ആവുകയാണെങ്കിൽ ഇത് നമുക്ക് എന്ത് പറയാം, ഒരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ഹോമോജീനിയസ് ആവുക എന്ന് പറഞ്ഞാൽ എൻ ഓഫ് എക്സ് വൈ ഹോമോജീനിയസ് ആവുക എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം മക്കളെ, എം ഓഫ് ടി എക്സ് കോമ ടി വൈ is equal to ടി പവർ ആൽഫ എം ഓഫ് എക്സ് കോമ വൈ എന്ന് എഴുതാൻ പറ്റണം. ആൻഡ് സിമിലർലി എൻ ഓഫ് ടി എക്സ് കോമ ടി വൈ is equal to
ടി പവർ ആൽഫ എൻ ഓഫ് എക്സ് കോമ വൈ എന്ന് എഴുതാൻ പറ്റണം. ഇങ്ങനെ എഴുതുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? അതൊരു ഹോമോജീനിയസ് ഇക്വേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു ഹോമോജീനിയസ് ഇക്വേഷനെ സോൾവ് ചെയ്യാൻ ഒരു മെത്തേഡ് ഉണ്ട്. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഹോമോജീനിയസ് ഇക്വേഷൻസിന് സൊല്യൂഷൻ നമ്മൾ പറയുന്നത്. അപ്പോൾ എന്താണ് ആ സൊല്യൂഷൻ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. എങ്ങനെയാണ് ഒരു ഹോമോജീനിയസ് ഇക്വേഷനെ സോൾവ് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം നമുക്ക്. സോൾവ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി എക്സ് പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ ഡി വൈ ഈക്വൾ ടു 0. ഇത് സോൾവ് ചെയ്യണം. അപ്പോൾ നമുക്കതിൽ ഹോമോജീനിയസ് ആണോ എന്ന് നമുക്ക് ആദ്യം ചെക്ക് ചെയ്യണം. അതിനുശേഷമാണ് നമുക്ക് ഹോമോജീനിയസ് ആണെങ്കിൽ മാത്രമാണ് ഞാൻ ഈ പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ ടെക്നിക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇതിനൊന്ന് എന്തെടുക്കുന്നു, ടെസ്റ്റ് ചെയ്യാം നമുക്ക്. ഓക്കെ, സോ ഞാൻ ആ ഇക്വേഷൻ ഒരു പ്രാവശ്യം കൂടെ എഴുതുന്നു. അതായത് ഈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഡി എക്സ് പ്ലസ് ഈ എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ ഇൻറ്റു ഡി വൈ ഈക്വൾ ടു 0 എന്ന് എഴുതുന്നു. ഓക്കെ, സോ ഇവിടെ നിന്ന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും മക്കളെ? എം ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്താ വരിക? എം ഓഫ് എക്സ് കോമ വൈ എന്ന് പറഞ്ഞാൽ ഈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് എഴുതാം. അതുപോലെ തന്നെ എൻ ഓഫ് എക്സ് കോമ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ എന്ന് എഴുതാം. ആദ്യം ഇത് രണ്ടും ഹോമോജീനിയസ് ഫംഗ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ ഹോമോജീനിയസ് ഫംഗ്ഷൻ ആണെങ്കിൽ ഈ ഒരു ഇക്വേഷൻ എന്തായിരിക്കും? ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരിക്കും. നോക്കിക്കോ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഞാൻ എം ഓഫ് ടി എക്സ് ആൻഡ് ടി വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എന്താ കിട്ടുക? ദാറ്റ് ഇസ് ടി സ്ക്വയർ എക്സ് സ്ക്വയർ എന്ന് വരും. ആൻഡ് ഇവിടെ ടി സ്ക്വയർ വൈ സ്ക്വയർ എന്ന് വരും. ടി സ്ക്വയർ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ടി സ്ക്വയർ ഇൻറ്റു ഈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? ടി സ്ക്വയർ ഇൻറ്റു എം ഓഫ് എക്സ് വൈ എന്ന് കിട്ടും അല്ലേ? ടി സ്ക്വയർ ഇൻറ്റു എം ഓഫ് എക്സ് കോമ വൈ എന്ന് കിട്ടും. അതായത് എം ഓഫ് എക്സ് കോമ വൈ ഇവിടെ എന്തായി മക്കളെ? അതൊരു ഹോമോജീനിയസ് ആയി ഓഫ് ഡിഗ്രി 2. അതേ ഡിഗ്രി തന്നെ ഇവിടെയും കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ ഓഫ് ടി എക്സ് കോമ ടി വൈ കാണുന്നു. അപ്പോൾ എന്താ കിട്ടുക? ഇവിടെ വരുമ്പോൾ ടി സ്ക്വയർ എക്സ് സ്ക്വയർ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ ടി എക്സ് ആണ്, വൈ എന്ന് പറഞ്ഞാൽ ടി വൈ ആണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? രണ്ടോടത്തുനിന്ന് ടി സ്ക്വയർ അങ്ങോട്ട് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ എന്താ കിട്ടും? ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ എന്ന് കിട്ടും. അല്ലെങ്കിൽ യു വിൽ ഗെറ്റ് എക്സ് സ്ക്വയർ ഇൻറ്റു എൻ ഓഫ് എക്സ് കോമ വൈ എന്ന് കിട്ടും. അതായത് ഈ എൻ എന്ന് പറയുന്ന ഫംഗ്ഷനും എം എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്? 2 ഡിഗ്രി ഹോമോജീനിയസ് ഫംഗ്ഷൻ ആണ്. സോ നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ മക്കളെ? ഇതൊരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഓക്കെ, ആ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കിക്കോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു തവണ കൂടെ ഞാൻ ആ ഒരു ഇക്വേഷൻ ഇങ്ങോട്ട് എടുക്കുന്നു. ദാറ്റ് ഈസ് ഈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഡി എക്സ് പ്ലസ് എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ ഈ എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ ഡി വൈ ഈക്വൾ ടു 0 എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയാം മക്കളെ? ഇവിടെ ഞാനൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. അതായത് വൈ ഈക്വൾ ടു യു എക്സ് എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. വൈക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? നമ്മൾ യു എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് എന്താ വരിക? വിത്ത് റെസ്പെക്ട് എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സോ ഫസ്റ്റ് വരുന്നത് യു ഇൻറ്റു 1 അല്ലെങ്കിൽ യു പ്ലസ് എന്ത് കിട്ടും നമുക്ക്? എക്സ് ഡി യു ബൈ ഡി എക്സ് എന്ന് കിട്ടും അല്ലേ? എക്സ് ഡി യു ബൈ ഡി എക്സ് എന്ന് കിട്ടും. ഒരു ഡി എക്സ് കൊണ്ട് മൊത്തം ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും മക്കളെ? ഇവിടെ ഡി വൈ ഇസ് ഈക്വൽ ടു യു ഡി എക്സ് പ്ലസ് എക്സ് ഡി യു എന്ന് കിട്ടും. അതായത് ഡി വൈക്ക് പകരം നിങ്ങൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? അങ്ങനെയാണെങ്കിൽ ഡി വൈക്ക് പകരം യു ഡി എക്സ് പ്ലസ് എക്സ് ഡി യു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആൻഡ് വൈക്ക് പകരം നമ്മൾ ആരും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? യു എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തോ. അപ്പോൾ എന്താ മക്കളെ വരിക? സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് എന്ന് പറഞ്ഞാൽ യു എക്സ് ദ ഹോൾ സ്ക്വയർ. അല്ലെങ്കിൽ മാറ്റി ചെയ്താണെങ്കിൽ യു സ്ക്വയർ എക്സ് സ്ക്വയർ. ഡി എക്സിന് മാറ്റമൊന്നുമില്ല, അങ്ങനെ തന്നെ കൊടുത്തു. പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഇൻറ്റു യു എക്സ് അല്ലേ? വൈ യു എക്സ് ആണ്. ഡി വൈക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? യു ഡി എക്സ് പ്ലസ് എക്സ് ഡി യു ഈക്വൾ ടു 0 ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് എക്സ് സ്ക്വയറിനെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ എന്ത് കിട്ടും? ഈ എക്സ് സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് യു സ്ക്വയർ ഡി എക്സ് പ്ലസ് ഇവിടെ എന്താ മക്കളെ വരിക? ഈ എക്സ് സ്ക്വയർ മൈനസ് യു എക്സ് സ്ക്വയർ ഇൻറ്റു യു ഡി എക്സ് പ്ലസ് എക്സ് ഡി യു
ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, ഈ ഒരു ബ്രാക്കറ്റിനെ നിങ്ങൾക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. നമുക്ക് ഈ ഒരു ബ്രാക്കറ്റിനെ എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ എന്താ മക്കളെ കിട്ടുന്നുണ്ടാവുക? അതായത് ഇവിടെ വരുമ്പോൾ ഈ എക്സ് സ്ക്വയർ ഇൻറ്റു 1 + u സ്ക്വയർ ഡി എക്സ്, ഇവിടെ ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് പ്ലസ് ഈ എക്സ് സ്ക്വയർ എന്ത് കിട്ടും? യു ഡി എക്സ് പ്ലസ് ഈ എക്സ് ക്യൂബ് ഡി യു അല്ലേ, എക്സ് ക്യൂബ് ഡി യു. ഇവിടെ വരുമ്പോൾ മൈനസ് യു സ്ക്വയർ ഈ എക്സ് സ്ക്വയർ ഡി എക്സ് മൈനസ് യു എക്സ് ക്യൂബ് ഡി യു ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതേപോലെ തന്നെ ഇതിനെ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. അതിനെ എക്സ്പാൻഡ് ചെയ്ത് എന്താ കിട്ടും മക്കളെ? ഫസ്റ്റ് വരുന്നത് ഈ എക്സ് സ്ക്വയർ ഡി എക്സ് പ്ലസ് ഈ എക്സ് സ്ക്വയർ യു സ്ക്വയർ ഡി എക്സ് പ്ലസ് ഈ എക്സ് സ്ക്വയർ യു ഡി എക്സ് പ്ലസ് ഈ എക്സ് ക്യൂബ് ഡി യു മൈനസ് യു സ്ക്വയർ എക്സ് സ്ക്വയർ ഡി എക്സ് മൈനസ് യു എക്സ് ക്യൂബ് ഡി യു ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ ക്യാൻസൽ ചെയ്യാം. അതായത് ഇവിടെ എന്തുണ്ട് മക്കളെ? ശ്രദ്ധിച്ചോ, ഇവിടെ നോക്കിക്കേ, ഒരു മൈനസ് യു സ്ക്വയർ എക്സ് സ്ക്വയർ ഉണ്ട്, പ്ലസ് യു സ്ക്വയർ എക്സ് സ്ക്വയർ ഉണ്ട് അല്ലേ, ഉണ്ടല്ലോ, ഈ രൂപത്തിലുണ്ടല്ലോ. ആൻഡ് ഈ ഒരു ടേമിൽ നിന്ന്, അതായത് ഇവിടെ എക്സ് സ്ക്വയർ ഡി എക്സ്, ഇവിടെ എക്സ് സ്ക്വയർ യു ഡി എക്സ് ഉണ്ട്. അവിടെ നമുക്ക് ആരെ പുറത്തേക്ക് എടുക്കാം? എക്സ് സ്ക്വയർ ഡി എക്സിനെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ എന്താ മക്കളെ കിട്ടുക? യു വിൽ ഗെറ്റ് ഫസ്റ്റത്തിന് എക്സ് സ്ക്വയർ ഡി എക്സ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ ഞാൻ ആദ്യം എഴുതി എക്സ് സ്ക്വയർ ഇൻറ്റു 1 + യു ഡി എക്സ്, ഈ രൂപത്തിൽ എഴുതാലോ, ഈ രൂപത്തിൽ എഴുതാം. ആൻഡ് നെക്സ്റ്റ് വരുന്നത് ഇവിടെ എക്സ് ക്യൂബ് ഡി യു ഉണ്ട് മൈനസ് യു എക്സ് ക്യൂബ് ഡി യു ഉണ്ട്. അവിടെ നിന്ന് എക്സ് ക്യൂബ് ഡി യുവിനെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ എന്താ മക്കളെ കിട്ടുക? അതായത് പ്ലസ് ഈ എക്സ് ക്യൂബ് ഇൻറ്റു 1 - യു ഡി യു ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഈ രൂപത്തിൽ നമുക്കൊരു ഇക്വേഷൻ കിട്ടുമല്ലോ അല്ലേ. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ചെറിയൊരു മാറ്റം വരുത്തുകയാണ്. നമുക്കിതിനെ നമുക്കറിയാവുന്ന രൂപത്തിലേക്ക് അല്ലെങ്കിൽ ഇതിനെ സെപ്പറബിൾ ഫോമിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു പ്രത്യേക വാല്യൂ കൊണ്ട് ഇതിനെ മൊത്തമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. നോക്കിക്കോ, ശ്രദ്ധിച്ചോളൂ, നന്നായിട്ട് ശ്രദ്ധിച്ച മക്കളെ. ഓക്കെ, ഇതല്ലേ നമുക്ക് കിട്ടിയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഇതിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോകും മക്കളെ അറിയോ? ഇതിനെ ഞാനൊരു പ്രത്യേക ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. ആ ടേം ഇങ്ങനെയാണ് വരുന്നത്. വി ആർ ഗോയിങ് ടു ഡിവൈഡഡ് വിത്ത് എന്താണെന്ന് അറിയാം മക്കളെ? അതായത് ഈ എക്സ് ക്യൂബ് ഇൻറ്റു 1 + യു എന്ന ടേം കൊണ്ട് മൊത്തം ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്താ മക്കളെ വരിക? ഫസ്റ്റ് അതിനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഈ എക്സ് സ്ക്വയർ ഇൻറ്റു 1 + യു ഡി എക്സ് ഡിവൈഡഡ് ബൈ ഈ എക്സ് ക്യൂബ് ഇൻറ്റു 1 + യു പ്ലസ് ഈ എക്സ് ക്യൂബ് ഇൻറ്റു 1 - യു ഡിവൈഡഡ് ബൈ ഈ എക്സ് ക്യൂബ് ഇൻറ്റു 1 + യു ഡി യു ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഞാൻ ആ യു ടേമിന് ആദ്യം എഴുതാണ് കേട്ടോ മക്കളെ, യു ടേമിന് ആദ്യം എഴുതാണ്. അപ്പോൾ എന്താ വരിക ഇവിടെ? 1 - യു ഡിവൈഡഡ് ബൈ 1 + യു ഡി യു പ്ലസ് ഇവിടെ നമ്മൾ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് എന്താ വരിക? 1 + യു 1 + യു ക്യാൻസൽ ചെയ്ത് പോയി എക്സ് സ്ക്വയർ ബൈ എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ് മാത്രം ഡിനോമിനേറ്ററിൽ ബാക്കി ഉണ്ടാവും. അതായത് ഡി എക്സ് ബൈ എക്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, ഇപ്പം നോക്കിക്കേ മക്കളെ, യുവിൻ്റെ കൂടെ ആര് മാത്രമേ ഉള്ളൂ? ഡി യുവിൻ്റെ കൂടെ ആര് മാത്രമേ ഉള്ളൂ? യു ടേം മാത്രമേ ഉള്ളൂ. ഡി എക്സിൻ്റെ കൂടെ ആര് മാത്രമേ ഉള്ളൂ? എക്സ് ടേം മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ സെപ്പറേഷൻ അല്ലെങ്കിൽ സെപ്പറബിൾ ഫോമിലായിട്ട് മാറിയത്. ഓക്കെ, ഇനി നോക്കിക്കേ, ശ്രദ്ധിച്ച മക്കളെ. ഇനി നമ്മൾ വീണ്ടും ഇതിനെ ഒന്ന് നമ്മൾ മാറ്റി എഴുതാൻ പോവുകയാണ്. ഈ ഒരു ടേമിനെ മാറ്റി എഴുതാൻ പോവുകയാണ്. എങ്ങനെ മാറ്റി എഴുതുന്ന അറിയാം മക്കളെ? അതായത് നമുക്കിവിടെ ഒരു ഫോർമുല ഉണ്ട്, 1 - യു ഡിവൈഡഡ് ബൈ 1 + യു എന്നുണ്ട്. ഇതിനെ ഞാനൊന്ന് മാറ്റി എഴുതാണ്. ഇവിടെ ഈ 1 - യുവിനോട് കൂടെ ഞാനൊരു -1 ആഡ് ചെയ്തു, -1 കൊടുത്തു, +1 കൊടുത്തു, കുഴപ്പമൊന്നുമില്ലല്ലോ. ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് കിട്ടും മക്കളെ? 1 + യു എന്നാണ് കിട്ടും അല്ലേ. ഇനി നോക്കിക്കോട്ടോ, ഇവിടെ 1 + 1 ഉണ്ട്. 1 + 1 നമുക്ക് 2 എന്ന് എഴുതാം. ആൻഡ് ഇവിടെ -യു ഉണ്ട്, അതുപോലെ തന്നെ യു ഉണ്ട്, -1 ഉണ്ട്. അവിടെ നിന്ന് മൈനസിനെ പുറത്തേക്ക് എടുത്താൽ എന്താ കിട്ടുക? -u + 1 കിട്ടും അല്ലേ, +2 എന്ന് കിട്ടും, ഡിവൈഡഡ് ബൈ 1 + യു എന്ന് കിട്ടും അല്ലെ, യു + 1. ഇപ്പോൾ രണ്ട് ഭാഗത്തും സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ -1 എന്ന് ബാക്കി മാത്രം ഉണ്ടാവും, +2 ഡിവൈഡഡ് ബൈ 1 + യു എന്ന് കിട്ടും. ഈ രൂപത്തിൽ കിട്ടുമല്ലോ നമുക്ക്. അപ്പം ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഫോമിലേക്ക് മാറ്റി എഴുതാം. നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി കൊടുത്തേ. അപ്പോൾ എന്താ കിട്ടുക? ദാറ്റ് ഈസ്
നമുക്ക് എന്ത് വരും -1 പ്ലസ് 2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് യു ഡി യു പ്ലസ് ഡി എക്സ് ബൈ എക്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ മൊത്തത്തിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തോ. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ -1 പ്ലസ് 2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് യു ഡി യു പ്ലസ് ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ഡി എക്സ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എന്താ മക്കളെ വരിക, ഇവിടെ -1ൻ്റെ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ -u പ്ലസ് 2/1 പ്ലസ് യു നമുക്ക് 2 ഇൻറ്റു ln ഓഫ് 1 പ്ലസ് യു എന്ന് കൊടുക്കുക അല്ലേ, ln ഓഫ് 1 പ്ലസ് യു എന്ന് കൊടുക്കാം. ഓക്കെ, പ്ലസ് 1/xൻ്റെത് ln ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സി എന്ന് കിട്ടും അല്ലേ, 0 പ്ലസ് സി ആവരാ സി എന്ന് കൊടുത്തു. ഓക്കെ, ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. y ഈക്വൽ ടു യു എക്സ് ആണ് വരുന്നത് അല്ലേ. y ഈക്വൽ ടു യു എക്സ് നിങ്ങൾ ഓൾറെഡി നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ മക്കളെ. അതിനെ നിങ്ങളൊന്ന് മാറ്റി ചെയ്താണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം, യു ഈക്വൽ ടു വൈ ബൈ എക്സ് എന്ന് കൊടുക്കാം. ഇവിടെ നിങ്ങൾ യുക്ക് പകരം എന്ത് കൊടുക്കുക, വൈ ബൈ എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ആൻസർ ആയി. ദാറ്റ് ഈസ് -y/x പ്ലസ് 2 ഇൻറ്റു ln ഓഫ് 1 പ്ലസ് 1/x, സോറി 1 പ്ലസ് y ബൈ എക്സ് പ്ലസ് ln ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സി എന്ന് കിട്ടും. ഇതായിരിക്കും ആ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനെ മൊത്തത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, സിംപ്ലിഫൈ ചെയ്യാനൊക്കെ പറ്റും. അത്ര നിർബന്ധമൊന്നുമില്ല സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇത്ര എഴുതി വെച്ചാൽ തന്നെ, അല്ലെങ്കിൽ യൂല് മാറ്റിയിട്ട് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് യുവിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. സോ ക്ലിയർ ആയല്ലോ മക്കളെ. ഇതാണ് ഹോമോജീനിയസ് ഇക്വേഷൻസ് അല്ലെങ്കിൽ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടല്ലോ. സോ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ഗൈസ്.